ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഒരുപാട് പേരെന്നോട് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടില് പാല് പോലെ തന്നെ എന്നും ഉപയോഗിക്കുന്ന ഒന്നാണ് കട്ടത്തൈര്. കട്ടത്തൈരിലേക്ക് അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിത്യവും കൊടുക്കുവാണെങ്കിൽ അവരുടെ ശരീരാരോഗ്യം വളരെ എളുപ്പത്തിലാണ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല തൈര് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. കട്ടത്തൈര് തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ നല്ലവണ്ണം തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് നമുക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ മിൽമയുടെ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് നല്ലതുപോലെ അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ ചൂടായ പാനിലേക്കാണ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പാല് നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ചു തുടങ്ങിയ പാല് ഒരു 2-3 മിനിറ്റ് നേരം ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പാലിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി ഒന്ന് ക്രീമി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. തൈരുണ്ടാക്കാനായിട്ട് പശുവിൻ പാൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് നല്ലത്. പശുവിൻ പാലിലെ വെള്ളമയം ഒന്ന് നല്ലവണ്ണം തന്നെ വറ്റിച്ചെടുത്താൽ മതിയാകും. പശുവിൻ പാലിൽ നിന്നും നമുക്ക് ധാരാളം നെയ്മയൊക്കെ കിട്ടുന്നതാണ്. ആ ഒരു പാൽ വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ തൈരിന് നല്ല സ്വാദൊക്കെ ഉണ്ടാവുന്നതും. പാല് തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാലൊന്ന് തണുപ്പിച്ചുകൂടെ എടുക്കണം. നമ്മുടെ പാൽ ഇവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കൈകൊണ്ട് തൊട്ടാൽ ഒരു ചെറിയ ചൂട് കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ തണുപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയ ചൂടിൽ തന്നെ 2 സ്പൂൺ അളവിൽ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ അധികം ശക്തിയില്ലാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ടും. അതിനുശേഷം നമുക്കൊരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് അരിച്ചുകൂടെ എടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പാലിലുള്ള പാട ഒന്നുകൂടെ അരിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. പാലിലേക്ക് തൈര് ചേർത്ത് ഇളക്കിയതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. അരിപ്പയിൽ ഊറി വന്നിട്ടുള്ള ഈ ഒരു പാൽപ്പാട നമുക്ക് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ എടുക്കണം. ഞാനിവിടെ പാൽപ്പാട മുഴുവനും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പാട മാറ്റാം. എന്നിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കണം. ഞാനിവിടെ വൈകിട്ട് ഒരു 3 മണിക്കാണ് ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി നാളെ രാവിലെയാണ് ഞാൻ ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാൻ പോകുന്നതും. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കാൻ പോവാണ്. നിങ്ങൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് തൈര് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഐസ്ക്രീം പോലെ തന്നെ നല്ല കട്ടിയായിട്ടാണ് തൈര് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ആരും പറയരുത് തൈര് കട്ടിയായിട്ടുണ്ടാക്കാൻ അറിയില്ല എന്ന്. ഞാൻ ഈ കാണിച്ചു തന്ന ഈ ഒരു പാചക രീതി നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള തൈര് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാം. നല്ല അലുവ കഷ്ണം പോലുള്ള തൈര് ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടു കഴിഞ്ഞല്ലോ. ഞാൻ ഈ തൈര് പാത്രം താഴത്തേക്ക് കമഴ്ത്തിയും ചരിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരു തരി പോലും ഇളകിയൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് തൈരാണ് നമുക്കിവിടെ തയ്യാറാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തൈരിനെ ഐസ്ക്രീം പോലെ ഒന്ന് കോരിയും കൂടെ നോക്കാം. നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് നമുക്കിവിടെ കോരിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ്. വീഡിയോ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ തീർച്ചയായിട്ടും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.